എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ബുധൻ്റെ രാശിമാറ്റമാണ്. ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ശുഭഗ്രഹമാണ്. അതിൻ്റെ കാരകധർമ്മങ്ങൾ പരിശോധിച്ചാൽ വിദ്യയുടെ കാരകത്വമുണ്ട്, വാക്കിൻ്റെ കാരകത്വമുണ്ട്. നമ്മൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ, സാഹിത്യത്തിൽ, കലാരംഗത്ത് ഒക്കെ ഉയർച്ചകളും സ്ഥിരതയും ഒക്കെ നൽകുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ ബുധൻ്റെ രാശിമാറ്റം 12 രാശിക്കാരിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്നത്തെ ഇവിടെ പറയുന്നത് ബുധൻ ജൂൺ 6 മുതൽ 22 വരെ ഇടവൻ രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത്. സ്വക്ഷേത്രത്തിൽ ബുധൻ ബലവാനാണ്. ബുധനെ കൊണ്ട് സംഭവ്യമാകുന്ന ഭദ്രമഹായോഗം സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബുധൻ്റെ ഈ രാശിമാറ്റം വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. എല്ലാ രാശിക്കാരിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും 7 രാശിക്കാർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ബുധൻ്റെ രാശിമാറ്റം മൂലം സംഭവ്യമാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയവും അതുതന്നെയാണ്. ഏതൊക്കെയാണ് ആ 7 രാശിക്കാർ എന്നുള്ളതാണ്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, രോഹിണി, മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ രാശിമാറ്റം 2-ലാണ്. 2 എന്ന ഭാവത്തിൻ്റെ അല്ലെങ്കിൽ രാശിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വാക്ക്, വിദ്യ, ജ്ഞാനം, അംഗീകാരം ഒക്കെ പറയാവുന്ന ഭാവമാണ്. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 2-ലും ശനി 11-ലും നിന്ന് വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ആ കാലയളവിലാണ് ബുധൻ 2-ൽ വരുന്നത് എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ ബുധൻ്റെ ഈ വരവ് ഇവർക്ക് സമ്മാനിക്കുന്നതും ആയിരിക്കും. 2-ലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള 2 ധനസ്ഥാനമാണ്, വിദ്യയുടെ സ്ഥാനമാണ്. സമ്പത്തിൻ്റെ സ്ഥാനം, വിദ്യയുടെ സ്ഥാനം, ജ്ഞാനത്തിൻ്റെ സ്ഥാനമാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അംഗീകാരങ്ങൾ പല വിധത്തിലും തേടി വരും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥിരത ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ കൈവരിക്കാൻ കഴിയും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങൾ വന്നു ചേരും. ഈ ധനലാഭങ്ങളൊക്കെ ഇവരുടെ സ്വപ്രയത്നത്താൽ വന്നു ചേരുന്നതാണ്, അല്ലെങ്കിൽ ഇവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് വന്നു ചേരുന്നതാണെന്നും നിങ്ങൾ അറിയേണ്ടതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. സ്വദേശത്ത് ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ഇപ്പോൾ PSC പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനകത്തൊക്കെ നിയമനമൊക്കെ ലഭ്യമാകാൻ പറ്റിയ ഒരു കാലയളവാണ്. ഇനി ഈ രാശിയിൽപ്പെട്ട സാഹിത്യകാരന്മാർ, കലാകാരന്മാർ തുടങ്ങിയവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും. ഒന്നുകിൽ അവർക്ക് നല്ലൊരു സാഹിത്യ സൃഷ്ടി നടത്താൻ പറ്റുന്നൊരു സമയം, അല്ലെങ്കിൽ അവർ നേരത്തെ നടത്തിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങളോ അവാർഡുകളോ ഒക്കെ വന്നു ചേരാനും ആ രംഗത്ത് കൂടുതലായിട്ട് അറിയപ്പെടാനും ഒക്കെ സാധ്യത വരുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ബുധൻ്റെ രാശിമാറ്റം മൂലം വന്നു ചേരുന്നതായിരിക്കും.
ബുധന്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിക്കാരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ശനി പ്രതികൂലമായിട്ട് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. ജന്മവ്യാഴത്തിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ജന്മത്തിലേക്ക് വ്യാഴത്തോടൊപ്പം ബുധൻ വന്നു ചേരുന്നത്. ബുധൻ സ്വക്ഷേത്രത്തിൽ ജന്മത്തിൽ നിൽക്കുമ്പോൾ ഭദ്രമഹായോഗം പ്രദാനം ചെയ്താ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനൻ രാശിക്കാർ പലതരത്തിലുള്ള മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ആശങ്കയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് ബുധൻ ജന്മത്തിൽ വരുന്നത് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. അതായത് ഇവർ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നത്, ആ പ്രതിസന്ധികൾക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിഹാരം വന്നു ചേരുന്ന സമയമാണ്. സമ്പത്ത് പലതരത്തിലും വന്നു ചേരാം. പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് ഈ സമയത്ത് ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് പോലുള്ള ഇതിനകത്തൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പല കാരണങ്ങൾ കൊണ്ടും ഉദ്യോഗം ലഭിക്കാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാകും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉന്നത പഠന സാധ്യതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറേയേറെ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ നേട്ടങ്ങൾ ബിസിനസ് രംഗത്ത് വന്നു ചേരുന്ന സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഈ ഒരു കാലയളവ് വളരെ ആശ്വാസപ്രദമായിരിക്കും. എല്ലാ രംഗങ്ങളിലും ഈശ്വരാധീനവും ഭാഗ്യവും ഒക്കെ ഈ കാലയളവിൽ ഈ ഭദ്രമഹായോഗം പ്രദാനം ചെയ്തുള്ള മിഥുനൻ രാശിയിലെ ബുധൻ്റെ സ്ഥിതി വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്കും സമ്മാനിക്കുന്നതായിരിക്കും. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് 11ലേക്കാണ് ബുധൻ ഗ്രഹചാരം നടത്തുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് 11ൽ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നുണ്ട്. ആ 11ലേക്ക് ബുധനും കൂടി വന്നു ചേരുമ്പോൾ വലിയൊരു യോഗം ഇവർക്ക് ലഭ്യമാവുന്നതാണ്. ആ യോഗം, 2 ശുഭഗ്രഹങ്ങൾ 11ൽ സർവാഭീഷ്ട സ്ഥാനത്ത് വരുമ്പോൾ വളരെയധികം നേട്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ. സാമ്പത്തിക സ്തംഭനാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മാറി ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും അവരുടെ കഴിവ് കൊണ്ടും, അതായത് വാക്ചാതുരി കൊണ്ടും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും. മേലധികാരികളുടെ സഹായ സഹകരണങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരും. ആരോഗ്യപരമായിട്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതായിരിക്കും. കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർക്കൊക്കെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഈ ചെറിയൊരു കാലയളവാണെങ്കിലും വന്നു ചേരുന്ന സമയമാണ്. ചിങ്ങൻ രാശിക്കാർക്കും വളരെയധികം അനുകൂല ഫലങ്ങൾ ബുധൻ്റെ രാശിമാറ്റം മൂലം വന്നു ചേരുന്നതാണ്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി കന്നി രാശിയാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നി സംബന്ധിച്ച് 10ലേക്കാണ് ബുധൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. 10 എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ്. കർമ്മസ്ഥാനത്തേക്കുള്ള ബുധൻ്റെ ഗ്രഹചാരം
ഈ രാശിക്കാരെ സംബന്ധിച്ച് കർമ്മപുഷ്ടി നൽകുന്നതാണ്. കർമ്മപുഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തരം കർമ്മങ്ങളും 10ാം ഭാവത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ബുധൻ വന്ന് നിൽക്കുമ്പോൾ ബുധൻ ജ്ഞാനത്തിൻ്റെ കാരകനാണ്, ആത്മവിശ്വാസത്തിൻ്റെ കാരകനാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ട് പലവിധത്തിലുള്ള നേട്ടങ്ങളും പല വിഷയങ്ങളും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ കൂടുതലായിട്ട് ജ്ഞാനമാർജിച്ച് വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ നിലവിൽ ജോലിയിലിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമല്ലാത്ത സ്ഥലങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ മാറി ജോലിയിൽ അവരുടെ ഔദ്യോഗിക രംഗത്ത് ഏത് മേഖലയാണോ അതിനകത്ത് അംഗീകാരങ്ങളും മേലധികാരികളുടെ പ്രീതിയുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർക്കും അവരുടെ കർമ്മത്തിൻ്റെ ഫലം, അതായത് അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഫലം വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും, അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലും ട്രേഡിങ്ങിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. പ്രണയിതാക്കൾക്കും പ്രണയിക്കുന്നവർക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാവുന്ന ഒരു സമയമാണ്. പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് ബുധൻ്റെ രാശിമാറ്റം മൂലം കന്നി രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി തുലാൻ രാശിയാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് 9ലേക്കാണ് ബുധൻ ഗ്രഹചാരം നടത്തുന്നത്. 9 എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഭാഗ്യസ്ഥാനത്ത് ഒരു ശുഭഗ്രഹം വരിക, പ്രത്യേകിച്ച് ബുധൻ ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ഒക്കെ കാരകത്വമുള്ള ആ ബുധൻ വന്നു ചേരുമ്പോൾ വളരെയധികം സൗഭാഗ്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ വന്നുപെടും. പ്രത്യേകിച്ച് സാഹിത്യം, കല എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹപ്രവർത്തകർ മുഖേനയോ അല്ലെങ്കിൽ സൗഹൃദത്തിലുള്ള ആളുകൾ മുഖേനയോ ഒക്കെ വളരെയധികം സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ലഭിക്കും. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ട് വളരെയധികം സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകും. ദാമ്പത്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി സമാധാനവും സന്തോഷവും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും ബുധൻ്റെ രാശിമാറ്റം മൂലം തുലാൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അടുത്ത രാശി വൃശ്ചികമാണ്. വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ച് 8ലേക്കാണ് ബുധൻ ഗ്രഹചാരം നടത്തുന്നത്. 8ൽ ബുധൻ നിൽക്കുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും. ദണ്ഡനാധികാരമാണ് 8ൽ ബുധൻ നിൽക്കുമ്പോൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഔദ്യോഗിക രംഗത്തൊക്കെ ഉയർച്ചയും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും അധികാരവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് നല്ല മികച്ച ആരോഗ്യസ്ഥിതി പുലർത്താൻ കഴിയും. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളാൽ വിഷമതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതെല്ലാം മാറി മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്ന ഒരു കാലയളവാണ്. അതായത് ബന്ധുജന സമാഗമത്തിനും കുടുംബ ഐക്യത്തിനും ഭേദപ്പെട്ട വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ഇവർക്ക് വരുന്നത്. അതേ കൂട്ട് തന്നെ
അവരുടെ കർമ്മരംഗത്ത്, തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബിസിനസ് രംഗത്ത് സാമ്പത്തിക സ്ഥിതിയിലൂടെ അനുഭവിച്ചുകൊണ്ടിരുന്നവർ, പ്രത്യേകിച്ച് കിട്ടേണ്ട കാശ് കൃത്യസമയത്ത് കിട്ടാതെയൊക്കെ ഇരിക്കുന്നവർക്ക് അതെല്ലാം വന്നു ചേരുന്നതിന് പറ്റിയ സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് ബുധൻ്റെ രാശിമാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ബുധൻ്റെ രാശിമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഏഴാമത്തെ രാശി ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ച് 7ലേക്കാണ് ബുധൻ്റെ ഗ്രഹചാരം നടക്കുന്നത്. 7ലെ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിൽക്കുന്ന സമയമാണ്. ഈശ്വരാധീനമുണ്ട്. ആ ബുധൻ്റെയും കൂടി വരുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് കുടുംബ സമാധാനവും സംതൃപ്തിയും ദാമ്പത്യ ഐക്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ബന്ധുജന സമാഗമത്തിന് ഇടയാകുന്ന സമയമാണ്. ബന്ധുജനങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥയിൽ പ്രതികരിക്കുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങളുടെ ഇടയിൽ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാൻ പറ്റിയ സമയമാണ്. കൂടാതെ ദാമ്പത്യപരമായിട്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണോ അതെല്ലാം മാറി ദാമ്പത്യ സുഖവും ദാമ്പത്യ ഐക്യവും ഒക്കെ വന്നു ചേരും. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയിക്കുന്നവർക്കും അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ്. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ ഇടയിൽ തന്നെ മതിപ്പും അംഗീകാരവും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ബുധൻ്റെ രാശിമാറ്റം മൂലം ധനുരാശിക്കാർക്ക് വന്നു ചേരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബുധൻ്റെ രാശിമാറ്റം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന 7 രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. വീണ്ടും പറയുകയാണ്, ധാരാളം പ്രേക്ഷകർ പലരും നേരിട്ട് വിളിച്ചിട്ട് ഓൺലൈൻ കൺസൾട്ടേഷന് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗ്രഹനിലയൊക്കെ എടുത്ത് അതെല്ലാം വിശകലനം ചെയ്ത് ഓൺലൈനായിട്ട് മറുപടി അയച്ചു തരുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.